നമ്മുടെ ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം വിറ്റഴിക്കപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ന് ഇന്ധനവില റോക്കറ്റ് പോലെയാണ് കുതിച്ചു പായുന്നത്. അതുപോലെ തന്നെ മെയിൻ്റനൻസ്, സർവീസ് എന്നിവയ്ക്കും ഐസിഇ അതായത് ഇന്റേണൽ കംപ്രഷൻ എഞ്ചിനുള്ള വാഹനങ്ങളെല്ലാം അല്പം ചിലവേറിയതാണ്. പക്ഷേ ഇവിടെ വിലയൊരു പ്രശ്നമാണ്. കാരണം പെട്രോൾ വാഹനങ്ങളെക്കാൾ വിലയേറിയതാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. എന്നാൽ ഒരു പെട്രോൾ വാഹനം സഞ്ചരിക്കുന്നതിൻ്റെ 10-1 മതി ഇലക്ട്രിക് വാഹനം മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ചിലവ്. മാത്രമല്ല ലൈസൻസ് വേണ്ടാത്ത വാഹനങ്ങളും ഈ ഒരു വിപണിയിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി പറയുകയാണ് ആംബിയർ. ഇവർ നിർമ്മിക്കുന്ന വാഹനങ്ങളാണ് നെക്സസ്, അതുപോലെ തന്നെ മെഗ്നസ് എന്നിവയെല്ലാം. ഇത് പൂർണ്ണമായും നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ഇന്ത്യൻ നിർമ്മിതമായ സ്കൂട്ടർ മാനുഫാക്ചേഴ്സ് ആണ്. ഇത് കൂടാതെ തന്നെ ഇവർ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ ഒരു വാഹനം ഓടിച്ച റെക്കോർഡുകളൊക്കെ നേടിയിരുന്നു. ഇനി നെക്സ്റ്റ് വൺ ആണ് ബെനലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ചൈനീസ് ഇലക്ട്രിക് മാനുഫാക്ചേഴ്സ് ആണ്. 4 പ്രൊഡക്ട്സ് ആണ് ഇവർ ഇപ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്നത്. ഇവരുടെ ഈ ഒരു ഓറ എന്ന് പറയുന്ന സ്കൂട്ടർ പഴയകാല ഇറ്റാലിയൻ സ്കൂട്ടേഴ്സിനൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അതിനൊരു ഡിസൈൻ എന്ന് പറയുന്നത്. 60 km/h ടോപ്പ് സ്പീഡും അതുപോലെ തന്നെ 80-90 km റേഞ്ചും അതുപോലെ തന്നെ റിമൂവൽ ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയൊക്കെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെയുള്ള മറ്റ് പല മോഡലുകളാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഈ കാണുന്ന ഐറ്റം. ഇതിൻ്റെ പേരാണ് ബിഗാസ് എന്ന് പറയുന്നത്. ഇത് സ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ സിറ്റീസിന് വേണ്ടിയാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് അധികം ആരും കണ്ടിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഈ ഒരു കമ്പനി 2 വാഹനങ്ങളാണ് ഇപ്പോൾ നിലവിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് മോഡലിന്റെ വില ഏകദേശം 1,42,000 രൂപയാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഈ കാണുന്ന ഐറ്റം. ഇതിന്റെ പേരാണ് ബൗൺസ് ഇൻഫിനിറ്റി E1 എന്ന് പറയുന്നത്. കാഴ്ചയിൽ തന്നെ നല്ല രസമില്ലേ? ഇതിന്റെ മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്കൂട്ടർ ബാറ്ററി ഇല്ലാതെയാണ് നമ്മൾ വാങ്ങുന്നത്. അതായത് സബ്സ്ക്രിപ്ഷൻ സ്കീം വഴി ബാറ്ററി എടുക്കുക, വെക്കുക, ഓടിക്കുക എന്നത് മാത്രം. ഇത് ഏകദേശം 70 km റേഞ്ചും അതുപോലെ തന്നെ 65 km/h ടോപ്പ് സ്പീഡിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ കാണുന്ന എവലറ്റ് സ്കൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു സ്മോളസ്റ്റ് സ്കൂട്ടേഴ്സ് ആണ്. ഏകദേശം 25 km സ്പീഡും 60 km റേഞ്ചൊക്കെയാണ് നൽകുന്നത്. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലേക്കാണ് വരുന്നത്. ഏകദേശം 55,000 രൂപയൊക്കെയാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ കാണുന്ന ഗോമപ്പൈ സ്കൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവർ നിർമ്മിക്കുന്നതാണ് റൈഡറും അതുപോലെ തന്നെ സൂപ്പർ മാക്സ് എന്നിവയെല്ലാം. ഈ ഒരു വാഹനം ഏകദേശം 25 km/h സ്പീഡും അതുപോലെ തന്നെ ഇത് ഓടിച്ചു നടക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും വേണ്ട എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിലോട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ കീലെസ് എൻട്രി അതുപോലെ തന്നെ സ്വാപ്പബിൾ ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ ഹീറോ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആണ്. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ലഭിക്കുന്നത്. ഇവരുടെ വാഹനങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ വാഹനങ്ങളുടെയൊക്കെ ചാർജിങ് ടൈം അല്പം കൂടുതൽ എന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ കാണുന്ന ഒക്കനാവ സ്കൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ കാണുന്ന സ്കൂട്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും വാഹനം ഓർമ്മ വരുന്നുണ്ടോ? അതെ, ഹീറോ ഹോണ്ടയുടെ സ്ട്രീറ്റ് ആണ്. ഏകദേശം ലുക്കൊക്കെ ആ ഒരു വാഹനമായിട്ട് അത്യാവശ്യം സിമിലർ ആയിട്ടില്ല. ഇത് ഏകദേശം 90 km/h ടോപ്പ് സ്പീഡും അതുപോലെ തന്നെ 160 km റേഞ്ചൊക്കെയാണ് നൽകുന്നത്. പക്ഷേങ്കിൽ വില അല്പം കൂടുതലാട്ടോ. ഇതിന്റെ വില ഏകദേശം 1,95,000 രൂപക്ക് മുകളിലാണ് എന്നതാണ് മറ്റൊരു കാര്യം. ഇനി മറ്റ് നിർമ്മാതാക്കളാണ് ഈ കാണുന്ന ജോയ് ബൈക്സ്, ഒക്കയ, ഓഡസ്, അതുപോലെ തന്നെ പ്യുവർ EV, കോണ്ടം, എനർജി സ്കൂട്ടേഴ്സ്, യോ സ്കൂട്ടേഴ്സ് എന്നിവയെല്ലാം. ഇനി ബൈക്സിലേക്കാണെങ്കിൽ അവിടെ റിവോൾട്ടും അതുപോലെ തന്നെ ഓപ്പൺ ബൈക്സ് ഒക്കെ മറ്റ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളും കൂടിയാണ്. അതുപോലെ തന്നെ കൈനറ്റിക് ഗ്രീൻ പുറത്തിറക്കുന്നതാണ് ഈ ലൂണ എന്നത്. ഇനി നിങ്ങൾക്കൊരു എഞ്ചിനുള്ള ബൈക്ക് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആവശ്യമെങ്കിൽ ഈ കാണുന്ന മാറ്റർ ബൈക്സിന്റെ ഈ ഒരു വാഹനം ഏകദേശം 125 km റേഞ്ചും 110 km/h ടോപ്പ് സ്പീഡൊക്കെയാണ് നൽകുന്നത്. പക്ഷേങ്കിൽ ഇതിന്റെ വില വരുന്നത് ഏകദേശം 1,83,000 രൂപക്ക് മുകളിലാണ്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മറ്റ് ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായി പറയുവാണെങ്കിൽ സ്കൂട്ടറിന്റെ ബൈക്കായ ഏത്തർ. നിലവിൽ ഇവർ 4 മോഡലുകളാണ് പുറത്തിറക്കുന്നത്. 450S, എക്സ്, എപ്പക്സ്, റിസ്ത എന്നിവ. ഇവർ നമ്മുടെ ബാംഗ്ലൂരു ആസ്ഥാനമാക്കിയുള്ള ഒരു ഇലക്ട്രിക് 2 വീലർ മാനുഫാക്ചേഴ്സ് ആണ്. പക്ഷേങ്കിൽ ഇവരുടെ സർവീസ് കോസ്റ്റ് അല്പം കൂടുതലാണെന്നാണ് കേൾക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ ഒല എന്ന് പറയുന്നത്. ഒലയും നമ്മുടെ ഒരു ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് ആണ്. ഇവർ നിലവിൽ 6 മോഡലുകളാണ് പുറത്തിറക്കുന്നത്. ഇവർ അധികം വൈകാതെ തന്നെ മോട്ടോർ സൈക്കിൾ എല്ലാം നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട്. ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് തമിഴ്നാട്ടിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ TVSന്റെ iQube ആണ്. ഇതൊരു ഫാമിലി സ്കൂട്ടർ ബൈക്കേഴ്സിന്റെ ഒരു മികച്ചൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ കാണുന്ന വാഹനം എന്ന് പറയുന്നത്. ഇത് കൂടാതെ TVSന്റെ പെർഫോമൻസ് ഇലക്ട്രിക് സ്കൂട്ടറാണ് TVS X എന്ന് പറയുന്നത്. ഇത് 0 to 40 എത്താൻ ഏകദേശം 2.6 സെക്കൻഡുകൾ മതി എന്നതാണ് മറ്റൊരു കാര്യം. ഇനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ഹീറോന്റെ വിഡ V1 എന്ന് പറയുന്ന മോഡലിലാണ്. ഏകദേശം 160 km റേഞ്ചും 80 km/h ടോപ്പ് സ്പീഡൊക്കെയാണ് നൽകുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ കാണുന്ന റിവർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ ഒരു സ്കൂട്ടർ. ഈ ഒരു സ്കൂട്ടറിന്റെ ആ ഒരു ലെഗ് സ്പേസ് ഒക്കെ തന്നെ ഉണ്ടല്ലേ, നല്ല അത്യാവശ്യം വിശാലമാണ്. ഏകദേശം 161 km റേഞ്ച് ആട്ടോ ഇവർ നൽകുന്നത്. ഇതും ഒരു ബാംഗ്ലൂർ ബേസ് ചെയ്ത ഒരു EV
സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. 2023 ഈ ഒരു കമ്പനി വന്നിരുന്നത്. ഇനി അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഏറെ കാലമായി നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ബ്രാൻഡാണ് സിമ്പിൾ എനർജി സ്കൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതും ഒരു ബാംഗ്ലൂർ ബേസ് ചെയ്ത ഒരു EV സ്റ്റാർട്ടപ്പ് ആണ്. ഈ ഒരു വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ നിരവധി കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിലേറെ രസം ഈ ഒരു വാഹനം ഏകദേശം 200 കിലോമീറ്റർ റേഞ്ചും അതുപോലെ തന്നെ 105 km/h ആണ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. കൂടാതെ ഒരു പോർട്ടബിൾ ബാറ്ററിയും ഇവർ നൽകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ എക്കാലം ഇഷ്ട വാഹനങ്ങളിലൊന്നായ ചേതക്. ഇപ്പോൾ ചേതക്കിന്റെ ഇലക്ട്രിക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. 2019 ബജാജ് അവരുടെ പുതിയ വാഹനങ്ങൾക്ക് ചേതക് എന്നുള്ള നെയിം പ്ലേറ്റ് നൽകിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹോണ്ടയും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് താണ്ട് അവരുടെ ആക്ടിവ സീരീസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ടിവ കൂടാതെ തന്നെ QC1 എന്ന് പറയുന്ന മറ്റൊരു മോഡലും കൂടി ഇവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ് ഈ കാണുന്ന അൾട്രാ വയലറ്റ് F77 എന്നത്. ഇത് ഏകദേശം 200 കിലോമീറ്ററിലേറെ റേഞ്ചും അതുപോലെ തന്നെ 155 km/h ടോപ്പ് സ്പീഡൊക്കെയാണ് നൽകുന്നത്. ഇതിന്റെ വില വരുന്നത് 3,20,000 തൊട്ട് 4,22,000 രൂപ വരെയാണ്. ഇതിന്റെ ടോപ്പ് മോഡൽ ഏകദേശം 323 km റേഞ്ചുമാണ് നൽകുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.